സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തിങ്കളാഴ്ച എത്തും. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ വൻ നിരയാണ് മണ്ഡലത്തിലെത്തുക. തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ UDF സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കും. രാവിലെ 10-ന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന റോഡ് ഷോയോടെയാണ് പര്യടനത്തിന് തുടക്കമാവുക. തുടർന്ന് 11-ന് പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക റാലിയിൽ പങ്കെടുക്കും. 12-ന് മാനന്തവാടിയിലും 2:15-ന് വെള്ളമുണ്ടയിലും 3-ന് പടിഞ്ഞാറേത്തറയിലും റോഡ് ഷോ നടത്തും. ശേഷം അന്ന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന UDF റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. രാവിലെ 9:30-ന് കൊടിയത്തൂരിൽ റോഡ് ഷോയോടെയാണ് ചൊവ്വാഴ്ചയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് 10:30-ന് കീഴുപറമ്പ്, 11:30-ന് ഉറങ്ങാട്ടിരി, 3-ന് മമ്പാട്, 4-ന് നിലമ്പൂർ, 5:30-ന് കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തും. ഓരോ കേന്ദ്രങ്ങളിലും രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്ന് പൊതുജനങ്ങളുമായി സംവദിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ 20-നും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി 22-നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ 18-നും തെലങ്കാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡൻസാരി അനസൂയ 17-നും KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ 17-നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി 18-നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല 19-നും മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, കേരള കോൺഗ്രസ് ചെയർമാൻ അനൂപ് ജേക്കബ്, കേരള കോൺഗ്രസ് ജെ നേതാവ് മോൻസ് ജോസഫ്, CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ, ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി G ദേവരാജൻ, KNA ഖാദർ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി, മാത്യു കുഴൽനാടൻ MLA, റോജി M ജോൺ MLA, ചാണ്ടിയുമ്മൻ MLA, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP, ഷിബു മീരാൻ എന്നിവരും വിവിധ ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും. MLA-മാരുടെ വൻ നിര തന്നെ വിവിധയിടങ്ങളിൽ നടക്കുന്ന കുടുംബസംഗമങ്ങളിൽ പങ്കെടുക്കും. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങൾ അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കാണും, വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ അദ്ദേഹം സംബന്ധിക്കും. അതോടൊപ്പം തന്നെ തൊഴിലാളി സംഗമത്തിൽ പങ്കെടുക്കും, കർഷക സംഗമത്തിൽ പങ്കെടുക്കും. 2 ദിവസം പൂർണ്ണമായിട്ടും അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കൾ വളരെയധികം പേർ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിച്ചേരും. ഈ വരുന്ന 18-ാം തീയതി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വിവിധ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തും. രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്നും വ്യക്തി നിയമവും പൌരത്വ നിയമ ഭേദഗതിയും അടക്കം ഭരണഘടനാപരമായ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AP അനിൽകുമാർ MLA പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ BJP അസ്വസ്ഥരാണ്. അതുകൊണ്ടാണ് പത്രിക പുറത്തിറക്കി 7 മണിക്കൂറിനുള്ളിൽ നരേന്ദ്രമോദി അതിനെതിരെ രംഗത്തെത്തിയത്. ഭരണഘടന പൌരന് നൽകുന്ന എല്ലാ അവകാശങ്ങളും കോൺഗ്രസ് സംരക്ഷിക്കും. സാമ്പത്തിക നീതി നിഷേധവും ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമുണ്ടാക്കിയ മോദി സർക്കാരിന്റെ നടപടികളുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ CP ചെറിയ മുഹമ്മദും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിലയിൽ സ്വന്തമാക്കൂ. ഒട്ടനവധി സമ്മാനങ്ങളുമായി ഈ പെരുന്നാളും വിഷുവും ആഘോഷിക്കൂ. ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ.